ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ ഹിന്ദി ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. ഗൺപടിയും ഓർ പ്രശ്നോക്ക് ഉത്തർ ലിഖിയും. എന്താണ് കൂട്ടുകാരെ? ആ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലേ? ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. അനുക്കോ ഏക് സൈക്കിൾ ലേനെ ദി. माम को तो उसने मना लिया पर पापा नहीं माने. उन्हें लगता है कि अनु का हर आग्रह पूरा होता रहा तो वह बिगड़ जाएगी. पापा एक गुल्लक लाए और बोले, पहले कुछ पैसा जमा कर लो फिर साइकिल ले लेना. गुल्लक एक खूबसूरत हाथी के आकार का था. അപ്പോൾ ഇതിനെ നമ്മൾ അറിയാത്ത വേർഡ്സിൻ്റെ മീനിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. മാൻ ലിയ മീൻസ് സമ്മതിപ്പിച്ചു. ദെൻ ഗുല്ലക് എന്ന് പറഞ്ഞാൽ പണക്കുടുക്ക. ദെൻ ബിഗഡ് ജായേഗ ചീത്തയാകും. ബിഗഡ് ജായേഗ ചീത്തയാകും. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഗദ്യാംശ് കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഗദ്യാംശം അതായത് ഈ ഗദ്യഭാഗം ആധാരമാക്കിയിട്ട് ഒരു സഹി പ്രസ്താവ് ശരിയായ പ്രസ്താവന എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അനുനെ പാപ്പാക്കോ മനാലിയ. ദെൻ अनु ने पापा और माम दोनों को मना लिया. देन अनु ने माम को मना लिया. देन अनु ने पापा और മാം ദോനോ കോ ഹി നഹി മനാ പായ. അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ് സഹി പ്രസ്താവ് എന്ന് പറയുന്നത്? യെസ്, അനുനെ മാം കോ മനാലിയ. അനുനെ മാം കോ മനാലിയ. അനുനെ മാം കോ മനാലിയ. ഇതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ. അനുനെ മാം കോ മനാലിയ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. नेक्स्ट क्वेश्चन. पापा को किसका डर था? पापा को किसका डर था? अनु के रोने का. देन अनु के नाराज हो जाने का. देन अनु के बिगड़ जाने का. अनु के झगड़ने का. ഇതിൽ ഏതാണ് ശരിയായ ആൻസർ? ശരിയായ ആൻസർ ഏതാണ് കൂട്ടുകാരെ? അതെ, അനു കെ ബിഗഡ് ജാനേന. अनु के बिगड़ जाने का. अनु के बिगड़ जाने का. आंसर अनु के बिगड़ जाने का. यस, अनु के बिगड़ जाने का. देन अनु क्या चाहती थी और पापा क्या लाए? अनु क्या चाहती थी और पापा क्या लाए? ओके, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? യെസ്, ഓപ്ഷൻസ് നോക്കൂ. അനു സൈക്കിൾ ചാഹത്തി थी, पापा साइकिल लाए. देन अनु गुल्लक चाहती थी, पापा साइकिल लाए. देन अनु साइकिल चाहती थी, पापा गुल्लक लाए. देन अनु गुल्लक चाहती थी, पापा गुल्लक लाए. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? അനു ക്യാ ചാഹത്തി थी और पापा क्या लाए? ഏതാണ്? യെസ്, यस, अनु साइकिल चाहती थी, पापा गुल्लक लाए. अनु साइकिल चाहती थी, पापा गुल्लक लाए. ഈ ആണല്ലേ ആൻസർ വരുന്നത്. അനു സൈക്കിൾ ചാഹത്തി थी, പാപ്പ ഗുല്ലക് ലായേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഗുല്ലെ കിസ്കെ ആകാർ കാത. ഗുല്ലെ കിസ്കെ ആകാർ കാത. ആകൃതിയിലായിരുന്നു? യെസ്, നമുക്കറിയാം ഹാത്തി കെ. ലാസ്റ്റ് ഓപ്ഷൻ ആണല്ലേ ആൻസർ. എന്താണ്? ഹാത്തി കെ. ओके, देन साइकिल खरीदने के लिए पापा ने क्या उपाय बताया? സൈക്കിൾ വാങ്ങുന്നതിന് വേണ്ടി പാപ്പ എന്ത് ഉപായമാണ് പറഞ്ഞു കൊടുത്തതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഗുല്ലേമേം പൈസ സമയ കർണേക്ക. ദെൻ മാംസെ പൈസ മാങ്ങനേക്ക. ലാട്ടറി ലേനേക്ക. ബാങ്ക് സെ ലോൺ ലേനേക്ക. ഇതിലേതാണ് റൈറ്റ് ആൻസർ? ഫസ്റ്റ് ഓപ്ഷൻ ആണല്ലേ. എന്താണ്? ഗുല്ലേമേം പൈസ ജമാ കർണേക്ക. ഗുല്ലേമേം പൈസ ജമാ കർണേക്ക. ആൻസർ गुल्लक में पैसा जमा करने का. ओके, देन नेक्स्ट गतिविधि 2 നോക്കാം. सूचना. प्रेम के सिवा और कुछ नहीं डायरी का यह अंश पढ़ें और प्रश्नों के उत्तर लिखे. പ്രേം ക സിവ ഓർ കുച്ച് നഹീം എന്ന ഡയറിയിൽ ഒരു ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. अभाव, बीमारी, गरीबी, दुख के बीच साधारण लोगों ने अपने जीवन में दौड़ा दौड़ा प्रेम दौड़ी दौड़ी आत्मीयता और मनुष्यता बचा कर रखी है. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबसे ताकतवर मूल्य है. यही इंसान के भीतर समर्पण ला सकता है. ओके, നമുക്ക് നൽകിയിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? प्यार के लिए गंडे में प्रयुक्त शब्द कौन सा है?
പ്യാർ എന്ന അർത്ഥം വരുന്നത് അല്ലേ ഖണ്ഡത്തിൽ. അതായത് ഈ പാരഗ്രാഫിൽ പ്യാർ എന്ന വേർഡിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, പ്രേമാണല്ലേ. എന്താണ്? प्रेम. ओके देन नेक्स्ट നോക്കൂ. संगीतों की सहायता से धरती में प्रेम सबसे ताकतवर मूल्य विषय पर लघुलेख लिखे. അപ്പോൾ നമ്മൾ പ്രേം ക സിവ ഓർ കുച്ച് നെഹിം, അതായത് ആ ചാപ്റ്റർ ഇതുപോലെ ലഘുലേഖ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ലഘുലേഖ തന്നെ നിങ്ങൾ ഇവിടെ എഴുതിയാൽ നിങ്ങൾക്ക് റൈറ്റ് ആൻസർ, അതായത് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ധർത്തിമേ പ്രേം സബ്സെ താക്തർ മൂല്യ എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. ദെൻ പ്രേം സെ ലോഗോं को बीच का संबंध बढ़ना, देन प्रेम से मनुष्यता का बचाव, देन प्रेम से दोस्ती बढ़ना. അപ്പോൾ ഈ ഹിൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? യെസ്, ലഘുലേഖ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. गतिविधि 3. सूचना. बारिश के बाद कहानी का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. ബാരിഷ് കെ ബാദ് എന്ന കഹാനിയുടെ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നോക്കാം. ഗുഡ്ഡലി അബി ക്രീഡയ്ക്ക് ജാത്തെ ഹുയെ ദേഖിയെ രഹി ദി കി ഗുഡ്ഡു ने आवाज दी. देख गुड्डली, गोकुल गया कितनी सुंदर मखमली लाल रंग की कीड़ी होती है. गोकुल गया बारिश के अलावा और किसी मौसम में दिखती ही नहीं है. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗോകുൽ ഗയ കിസ് മൗസം മേ ദിഖ്തി ഹെ. ആൻസർ എന്താണ്? യെസ്, നോക്കൂ. ഗർമി കെ മൗസം മേ, ബാരിഷ് കെ മൗസം മേ, സർദി കെ മൗസം മേ, കോഹരെ കെ മൗസം മേ. റൈറ്റ് ആൻസർ ഇതിൽ ഏതാണ്? യെസ്, ബാരിഷ് കെ മൗസം മേ, ബാരിഷ് കെ मौसम में. देन गुड्डू और गुड्डली गोकुल गया को देखते हैं. वे उसे पकड़कर स्कूल ले जाना चाहते हैं. दोनों को बीच बातचीत लगे. ആരൊക്കെ തമ്മിലുള്ളതാണ്? ഗുഡ്ഡും ഗുഡ്ഡലിയും കൂടിയിട്ടല്ലേ. അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ദേ ഗുഡ്ഡലി ഗോകുൽ ഗയ. ദെൻ എന്താണ്? ഗുഡ്ഡലി വാഹ് ബഹുത് സുന്ദർ. അപ്പം ഇതിനുള്ള ബാക്കിയുള്ള ബാത്ചീത്താണ്, അതായത് കോൺവെർസേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരുടെ ഇമാജിനേഷൻ അനുസരിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹാത്തിയോं के रसगुल പാഠ് के आधार पर प्रश्नों के उत्तर लिखिए. ഓക്കെ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ചിത്രോं के आधार पर वाक्यों को क्रमबद्ध करें എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വാക്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. ഓക്കെ, ഫസ്റ്റ് നോക്കൂ. ഫസ്റ്റ് ഏതായിരിക്കും വരിക? ഫസ്റ്റ് സെന്റൻസ് ഏതാണ് വരേണ്ടത്? യെസ്, हथिनी अपने दोनों बच्चों को साथ सड़क पार रही है. देन हथिनी और उसका बड़ा बच्चा आसानी से डिवाइडर पार करते हैं. ओके, അപ്പോൾ ഫസ്റ്റ് ഏതാണ്? हथिनी अपने दोनों बच्चों के साथ सड़क पार कर रही है. ഫസ്റ്റ് വൺ ഇതാണ് വരുന്നത്. देन हथिनी और उसका बड़ा बच्चा आसानी से डिवाइड पर पार करते हैं. देन 2. देन 3 ഏതാണ്? छोटा बच्चा डिवाइड पर पार करने में असमर्थ होता है. देन नेक्स्ट, हथिनी डिवाइडर पर पार करने में छोटे बच्ची का सहायता करती है. അപ്പോൾ ഇതുപോലെ ക്രമപ്പെടുത്തിയിട്ടാണല്ലോ നിങ്ങളും എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യഹാം ബच्चे के प्रति हथिनी का कौन सा मनोभाव प्रकट होता है? उत्साह का, खुशी का, प्यार का, आशा का. ഏത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്? അതെ, പ്യാർ കാ, സ്നേഹത്തിൻ്റെ അല്ലേ. ഓക്കെ, ആൻസർ പ്യാർ കാ. ओके, देन गतिविधि 5 നോക്കാം. सूचना. जन्नत के बच्चे फिल्म लेख का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. फिल्म का नाम है चिल्ड्रन ऑफ हेवन, यानी जन्नत के बच्चे. यह ईरानी फिल्म है. इस फिल्म से के मुख्य किरदार है अली और ज़ाहरा नाम के 2 बच्चे. चिल्ड्रन ऑफ हेवन कहाँ की फिल्म है? എവിടെയാണ്? യെസ്, ഇറാൻ की. ആൻസർ എന്താണ്? ഇറാൻ की. ओके, देन नेक्स्ट, आपके स्कूल में सुरीली हिंदू मंच के नेतृत्व में चिल्ड्रन ऑफ हेवन का प्रदर्शन होने वाला है. इसकी सूचना देने लिए ഉദ്ഘോഷണ തയ്യാർ കരേം. അപ്പോൾ ഇതുപോലൊരു ഉദ്ഘോഷണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഉദ്ഘോഷണമൊക്കെ കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 6 നോക്കാം. सूचना. साफ सफाई से अव्वल गाँव लेख का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. यहाँ हम लोग अपने घर से निकलने वाले कूड़े कचरे की भी
डस्टबिन में जमा करते हैं और फिर उसे एक जगह इकट्ठा कर खेती के लिए गाद की तरह इस्तेमाल करते हैं. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. मावलिनों के लोग कूड़े कचरे इकट्ठा कर किसके लिए इस्तेमाल करते हैं? खेती के लिए, पकाने के लिए, जलाने के लिए, बहाने के लिए. ഏതാണ് റൈറ്റ് ആൻസർ? നമുക്കറിയാം ഗേത്തി കേലിയാണ് അല്ലേ. റൈറ്റ് ആൻസർ എന്താണ്? ഗേത്തി കേലിയെ. ओके देन स्वस्थ रहने के लिए पर्यावरण का साफ रखना है यह संदेश देने वाला एक പോസ്റ്റർ തയ്യാർ കരേൻ. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, ഭംഗിയായി ബോർഡറൊക്കെ വരച്ച് അതിൽ കാര്യങ്ങളൊക്കെ എഴുതി എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നല്ലേ കൂട്ടുകാരെ. ഓക്കെ, നമുക്ക് അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.